അപ്പോൾ ആദ്യം പറഞ്ഞ മെട്രിസസ്. മെട്രിസസിൽ ആദ്യം പറഞ്ഞ ഡെഫിനിഷൻ റാങ്ക് ഓഫ് എ മെട്രിക്സ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫോർമൽ ഡെഫിനിഷനാണത്. നമ്മൾ ഇത് പ്രോബ്ലം ചെയ്യാനൊന്നും യൂസ് ചെയ്യില്ല കേട്ടോ. എന്താണ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞുതരാം. റാങ്ക് ഓഫ് എ മെട്രിക്സ് ഇസ് ഡിഫൈൻഡ് ആസ് ദി ഓർഡർ ഓഫ് ദി ലാർജസ്റ്റ് സ്ക്വയർ സബ് മെട്രിക്സ് whose determinant is not 0. അങ്ങനെ പറഞ്ഞതിന് മീനിങ്ങേ, ഒരു മെട്രിക്സ് നമ്മുടെ കയ്യിലുണ്ടെന്ന് കരുതുക. ഫോർ എക്സാമ്പിൾ, ഒരു മെട്രിക്സ് എൻ്റെ കയ്യിലുണ്ട്. 1 2 3 4 5 0 1 2 0 1 0 1 1 1 1 0. ഒരു മെട്രിക്സ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഈ ഫോർമൽ ഡെഫിനിഷൻ പറയുന്നതേ, ഈ ഒരു മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്? ആദ്യം ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനന്റ് വാല്യൂ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക. മനസ്സിലാവുണ്ടോ? ഡിറ്റർമിനന്റ് എ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക. അത് നോട്ട് ഈക്വൽ ടു 0 ആണ് വരുന്നതെങ്കിൽ ഈ മെട്രിക്സിൻ്റെ റാങ്ക് എന്തായിരിക്കും? 4 ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഈ മെട്രിക്സിൻ്റെ റാങ്ക് എന്തായിരിക്കും? 4 ആണ് വരിക. സപ്പോസ് ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനന്റ് വാല്യൂ ഈക്വൽ ടു 0 വരിക എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നെക്സ്റ്റ് ലാർജസ്റ്റ് സ്ക്വയർ മെട്രിക്സ് എന്താ വരിക? 3/3 ആണ് വരിക. അപ്പോൾ ഇതിനകത്ത് കുറേ 3/3 മെട്രിക്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇതിനകത്തുള്ളൊരു 3/3 മെട്രിക്സ് ആണ്. ഇതൊരു 3/3 മെട്രിക്സ് ആണ് ഇതിനകത്തുള്ളത്. ഓക്കെ, വേറൊരു 3/3 മെട്രിക്സ് പറയാം. ഇതിനകത്ത് വരുന്നൊരു 3/3 മെട്രിക്സ് ആണ്. ഇങ്ങനെ ഒരുപാട് 3/3 മെട്രിക്സ് ഇതിനകത്ത് എക്സിസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഇവിടെ ഒരു 3/3 മെട്രിക്സ് ഉണ്ട്. ഇങ്ങനെ കുറേ 3/3 മെട്രിക്സുകൾ ഇതിനകത്ത് എക്സിസ്റ്റ് ചെയ്യും. നിങ്ങൾ എന്ത് ചെയ്യുക? ഈ 3/3 മെട്രിക്സിൻ്റെ ഒക്കെ ഡിറ്റർമിനന്റ് വാല്യൂ ഇവാലുവേറ്റ് ചെയ്യുക. അതെല്ലാം നോട്ട് ഈക്വൽ ടു 0. അതിൽ എല്ലാം നോട്ട് ഈക്വൽ ടു 0 ആണെന്നില്ല, ചിലത് ഈക്വൽ ടു 0 വരാം കേട്ടോ. ഇനി ഒരെണ്ണമെങ്കിൽ നോട്ട് ഈക്വൽ ടു 0 വരികയാണെങ്കിൽ ഈ മെട്രിക്സിൻ്റെ റാങ്ക് എന്തായി മാറും? 3 ആയി മാറും. എല്ലാം 0 ആണെന്നില്ല, ഏതെങ്കിലും ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനന്റ് വാല്യൂ, ഏതെങ്കിലും 3/3 മെട്രിക്സിൻ്റെ ഡിറ്റർമിനന്റ് വാല്യൂ നോട്ട് ഈക്വൽ ടു 0 വന്നു കഴിഞ്ഞാൽ ഈ മെട്രിക്സിൻ്റെ റാങ്ക് എന്താ വരിക? 3 ആണ് വരിക. ഇനി സപ്പോസ് എല്ലാ 3/3 മെട്രിക്സിൻ്റെ ഡിറ്റർമിനന്റ് വാല്യൂ 0 ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിനകത്ത് വരുന്ന 2/2 മെട്രിക്സുകളിലേക്ക് നോക്കുക കേട്ടോ. ഇതിനകത്ത് അടുത്ത ഏതാണ്? 2/2 ആണ്. ഒരുപാട് 2/2 എക്സിസ്റ്റ് ചെയ്തതിനകത്ത് ഒക്കെ 2/2 ഇവിടെ ഒരു 2/2 വരുന്നുണ്ട്. ഈ 2/2 മെട്രിക്സിൻ്റെ ഒക്കെ ഡിറ്റർമിനന്റ് വാല്യൂ ചെയ്യുക. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു 2/2ൻ്റെ ഡിറ്റർമിനന്റ് വാല്യൂ നോട്ട് ഈക്വൽ ടു 0 വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ റാങ്ക് എന്തായി മാറും? 2 ആയി മാറും കേട്ടോ. ഇനി എല്ലാ 2/2കളും ഡിറ്റർമിനന്റ് 0 ആണെങ്കിൽ പിന്നെ ഇതിൻ്റെ റാങ്ക് എത്ര വരുള്ളൂ? 1 ആണ് വരിക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതെന്താണ്? പ്രാക്ടിക്കലി വെരി ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഒറിജിനൽ മെട്രിക്സിൻ്റെ ഡിറ്റർമിനന്റ് വാല്യൂ, ഇതിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്ന ലാർജസ്റ്റ് സ്ക്വയർ മെട്രിക്സിൻ്റെ ഡിറ്റർമിനന്റ് വാല്യൂ ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യുക. അത് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ആ മെട്രിക്സിൻ്റെ റാങ്ക് എന്താ വരിക? 4 ആണ് വരിക. ഇനി അത് 0 ആണ് വരുന്നെങ്കിൽ അതിനകത്തുള്ള നെക്സ്റ്റ് ഹയർ സ്ക്വയർ മെട്രിക്സ് ഏതാ നോക്കുക. അത് 3/3 ആണ് വരുന്നത്. അപ്പോൾ ഒരുപാട് 3/3കൾ ഇതിനകത്ത് എക്സിസ്റ്റ് ചെയ്യും. എല്ലാ 3/3ൻ്റെ ഡിറ്റർമിനന്റ് വാല്യൂ ഇവാലുവേറ്റ് ചെയ്യുക. അതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെങ്കിലും ഡിറ്റർമിനന്റ് വാല്യൂ നോട്ട് ഈക്വൽ ടു 0 വന്നു കഴിഞ്ഞാൽ, ഓക്കെ, ഒരെണ്ണത്തിൻ്റെങ്കിലും മിനിമം വരണം കേട്ടോ. വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റാങ്ക് എന്താ വരിക? 3 ആണ് വരിക. ഇനി എല്ലാ 3/3കളുടെയും ഡിറ്റർമിനന്റ് വാല്യൂ 0 ആണ് വരുന്നതെങ്കിൽ പിന്നെ എന്ത് ചെയ്യുക? നെക്സ്റ്റ് ഹയർ സ്ക്വയർ മെട്രിക്സ് ഏതാ നോക്കുക. ഏതാ വരിക? 2/2 മെട്രിക്സ് ആണ് വരിക. അപ്പോൾ ഒരുപാട് 2/2 മെട്രിക്സുകളുണ്ട്. എല്ലാത്തിനും ഡിറ്റർമിനന്റ് വാല്യൂ എടുത്ത് നോക്കുക. അതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ഡിറ്റർമിനന്റ് വാല്യൂ നോട്ട് ഈക്വൽ ടു 0 വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റാങ്ക് 2 ആയി മാറും. ഇനി എല്ലാ 2/2കളുടെയും ഡിറ്റർമിനന്റ് വാല്യൂ 0 ആണെങ്കിൽ പിന്നെ അതിൻ്റെ റാങ്ക് എത്ര വരുള്ളൂ? 1 വരുള്ളൂ. ഇതാണ് ഫോർമൽ ഡെഫിനിഷൻ പറയുന്നത്. ഡെഫിനിഷൻ മനസ്സിലായോ? അപ്പോൾ ഒരു മെട്രിക്സിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്ന ലാർജസ്റ്റ് സ്ക്വയർ മെട്രിക്സ് അതിൻ്റെ ഡിറ്റർമിനന്റ് വാല്യൂ എന്തായിരിക്കണം? നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. റാങ്ക് ഓഫ് എ മെട്രിക്സ് ഇസ് ഡിഫൈൻഡ് ആസ് ദി ഓർഡർ ഓഫ് ദി ലാർജസ്റ്റ് സ്ക്വയർ മെട്രിക്സ് സബ് മെട്രിക്സ് whose determinant is not 0. അതിൻ്റെ ഡിറ്റർമിനന്റ് എന്തായിരിക്കണം? 0 ആവണം, നോട്ട് ഈക്വൽ ടു 0 ആവണം. അത്തരത്തിലുള്ള ലാർജസ്റ്റ് സ്ക്വയർ സബ് മെട്രിക്സിന് പറഞ്ഞ ഓർഡർ ആണ് എന്ത്? ആ മെട്രിക്സിനെ റാങ്ക് ആയിട്ട് വരിക. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ പ്രാക്ടിക്കലി ഇതെന്താണ്? വലിയൊരു മെട്രിക്സ് ആണെങ്കിൽ ഇങ്ങനെ ഓരോ മെട്രിക്സ് അതിനകത്ത് എടുത്ത് ചെക്ക് ചെയ്യൽ എന്തല്ല, പ്രാക്ടിക്കലി ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. അപ്പോൾ ഇതിന് നമ്മളൊരു പുതിയ മെത്തേഡ് പറയുന്നുണ്ട്. റോകൾ ഓപ്പറേറ്റ് ചെയ്തിട്ട് ഒരു മെത്തേഡ് കേട്ടോ. അപ്പോൾ എന്താണ് ഈ റോകൾ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം എന്താ അറിയണം? ഈ റോകൾ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിൽ ആദ്യം പറയുന്നത് എലമെൻ്ററി റോ ഓപ്പറേഷൻ. ഈ ഓപ്പറേഷൻ പറയുന്നത് ഒരു മെട്രിക്സിനെ 2 റോകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇൻ്റർചേഞ്ച് ചെയ്യാം. ആ മെട്രിക്സിൻ്റെ വാല്യൂവിൽ ചേഞ്ച് വരില്ല. സെക്കൻഡ് പ്രോപ്പർട്ടി എന്താ പറയുന്നത്? മൾട്ടിപ്ലൈയിങ് എ റോ ബൈ എ നോൺ സീറോ നമ്പർ. ഒരു റോനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു നോൺ സീറോ നമ്പർ കൊണ്ട് എന്ത് ചെയ്യാം? മൾട്ടിപ്പിൾ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ പ്രോപ്പർട്ടി എന്താ പറയുന്നത്? ഒരു മെട്രിക്സ് എടുക്കുകയാണെങ്കിൽ അതിലെ 2 റോകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇൻ്റർചേഞ്ച് ചെയ്യാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ കാണിച്ചു തരാം. ഒരു മെട്രിക്സ് എടുക്കുകയാണ്. എ ഈക്വൽ ടു 1 2 3 4. ഇതൊരു മെട്രിക്സ് ആണ്. അപ്പോൾ ഇതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ദിസ് മെട്രിക്സ് ഇസ് ഇക്വലൻ ടു 3 4 1 2. ഓപ്പറേഷൻ എന്താണ്? R1 ഇൻ്റർചേഞ്ചസ് ടു R2. ഇത് R1 ആണ് റോ, ഇത് R2 ആണ് റോ കേട്ടോ. ഈ 2 റോകൾ നമുക്ക് എന്ത് ചെയ്യാം? ഇൻ്റർചേഞ്ച് ചെയ്യാം.
അപ്പോൾ 3, 4 മുകളിലേക്ക് ഇട്ട് 1, 2 എന്ത് ചെയ്തു താഴത്തേക്ക് ഇട്ടു കേട്ടോ. അങ്ങനെ 2 റോകൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്റർചേഞ്ച് ചെയ്യാം. ഇതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ദെൻ സെക്കൻഡ് പ്രോപ്പർട്ടി പറയുന്നത് മൾട്ടിപ്ലൈയിങ് എ റോ ബൈ എ നോൺ സീറോ നമ്പർ. അതും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. എന്താണ് ആ പ്രോപ്പർട്ടി പറയുന്നത്? നമ്മൾ നേരത്തെ എഴുതിയ ഒരു മെട്രിക്സിനെ എടുക്കാം, ഈ മെട്രിക്സിനെ എടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു മെട്രിക്സിനെ നിങ്ങൾക്ക് ഈ മെട്രിക്സ് എടുക്കുകയാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു റോനെ നിങ്ങൾക്ക്, അപ്പോൾ നിങ്ങളിത് R1 ആയിട്ട് എടുത്തു, ഇത് എന്ത് ചെയ്തു R2 ആയിട്ട് എടുത്തു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു റോനെ, ഇപ്പോൾ R1 എന്നുള്ള റോനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു കോൺസ്റ്റന്റ് നമ്പർ കൊണ്ട് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. ഒരു 2 കൊണ്ട് വേണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പോൾ 2, 4, 3, 4 ഉണ്ടോ. ഇതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു കോൺസ്റ്റന്റ് കൊണ്ട് വേണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പോൾ വേണമെങ്കിൽ R2നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 1/2 കൊണ്ട് എന്ത് ചെയ്യാം, വേണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, R2 ചേഞ്ചസ് ടു 1/2 R2. അപ്പോൾ എങ്ങനെ വരും, ഇവിടെ എത്ര വരും, ഇതിനെ 1/2, 3നെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3/2 എന്ന് വരും, 4നെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 എന്ന് വരും. അപ്പോൾ നിങ്ങൾക്ക് ഒരു റോൻ എന്ത് ചെയ്യാൻ, നിങ്ങൾക്ക് ഒരു നോൺ സീറോ നമ്പർ ഉണ്ട്, സീറോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, സീറോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഒരു നോൺ സീറോ നമ്പർ കൊണ്ട് എന്ത് ചെയ്യാം, എല്ലാ റോനും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അതാണ് സെക്കൻഡ് പ്രോപ്പർട്ടി പറഞ്ഞത്. അതായത് സെക്കൻഡ് റൂൾ പറയുന്നത്, ഇത് റൂൾസ് ആണ്. ഇപ്പോൾ ഇന്റർചേഞ്ചിങ് ഓഫ് 2 റോസ്, സെക്കൻഡ് റൂള് മൾട്ടിപ്ലൈയിങ് എ റോ ബൈ എ നോൺ സീറോ നമ്പർ. ഇനി തേർഡ് പോയിന്റ് പറയുന്നത് ആഡിങ് എ നമ്പർ ഓഫ് ടൈംസ് 1 റോ വെക്റ്റർ ടു എനി അതർ റോ വെക്റ്റർ. അപ്പോൾ അത് പറയുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും റോൻ എന്ത് ചെയ്യുക, വേറൊരു റോ കൊണ്ട് എത്ര ടൈംസ് വേണമെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ A ഈസ് ഈക്വൽ ടു 1, 2, 3, 4. അപ്പോൾ ഇത് R1 ആണ്, ഈ റോ, ദിസ് റോ ഈസ് R2. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ 1, 2. ഓക്കെ, ഈ R2 എന്നുള്ള റോനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ R2ൻ്റെ കൂടെ ഏതെങ്കിലും റോസ് എത്ര ടൈംസ് വേണമെങ്കിലും ആഡ് ചെയ്യാം. അപ്പോൾ ഒരു 2 ടൈംസ് R1 ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ R2 നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 2 ടൈംസ് എന്ത് ചെയ്യാം, നെക്സ്റ്റ് റോമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ എങ്ങനെ വരും, 3യുടെ കൂടെ എന്ത് ചെയ്യുക, 2 ടൈംസ് ഇത് ആഡ് ചെയ്യുക, അപ്പോൾ 5 വരും. 4ൻ്റെ കൂടെ എന്ത് ചെയ്യുക, 2 ടൈംസ് ഇത്, അപ്പോൾ എത്ര വരും, 4 + 4 8 വരും. ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് പറഞ്ഞത്. ആകാശം മനസ്സിലാവുന്നില്ലേ? ഇതാണ് എന്ത് തേർഡ് റൂൾ. അപ്പോൾ ഇത്തരം റൂൾസുകളാണ് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. 2 റോകൾ ഡിവൈഡ് ചെയ്യാൻ റൂളില്ല കേട്ടോ. ഇത്തരം റൂൾസുകളാണ് ഇതിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത്, ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇങ്ങനെ റോ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മെട്രിക്സിന്റെ റാങ്കിൽ എന്ത് വരില്ല എന്നാണ് പറഞ്ഞത്, ചേഞ്ചസുകൾ വരില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ദി റാങ്ക് ഓഫ് എ മെട്രിക്സ് ഈസ് നോട്ട് ആൾട്ടേർഡ് ബൈ എനി സീക്വൻസ് ഓഫ് ദീസ് എലമെന്ററി ഓപ്പറേഷൻ. ഈ എലമെന്ററി ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് ഒരു മെട്രിക്സിന്റെ റാങ്കിന് എന്ത് വരില്ല, ചേഞ്ചസ് വരില്ല എന്നാണ് പറഞ്ഞത്. ഇനി ഇതിൽ ഫസ്റ്റ് പറയുന്ന മോഡലാണ് എക്കലൻ ഫോം. എക്കലൻ ഫോം പറയുന്നത് ഈ മെത്തേഡിൽ ഒരു മെട്രിക്സിന്റെ റാങ്ക് എന്ന് പറയുമ്പോൾ ഇത് റോ ഓപ്പറേഷൻ ആണ് കേട്ടോ, സ്പെല്ലിങ് മിസ്റ്റേക്ക് അതാണ്, എ അല്ല ഓ ആണ് കേട്ടോ. ഓപ്പറേഷൻ ആണ് കേട്ടോ. അപ്പോൾ in this method we use only row operation. ഇതിൽ റോ ഓപ്പറേഷൻ മാത്രം കൊടുക്കാൻ പറ്റില്ല. 2 ഓപ്പറേഷൻ ഉണ്ട്, റോ ഉണ്ട്, കോളം ഉണ്ട് കേട്ടോ. അപ്പോൾ എക്കലൻ ഫോമിൽ നമ്മൾ റോ ഓപ്പറേഷൻ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ദി റാങ്ക് ഓഫ് എ മെട്രിക്സ് എ വിച്ച് ഈസ് ഇൻ എക്കലൻ ഫോം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് നോൺ സീറോ റോസ് ഇൻ ദി റെഡ്യൂസ്ഡ് മെട്രിക്സ്. അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടെങ്കിലേ, അപ്പോൾ നമ്മൾ ഈ റോ ഓപ്പറേഷൻ നടത്തിയിട്ട് മെട്രിക്സിനെ റെഡ്യൂസ് ചെയ്യും. അപ്പോൾ റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന മെട്രിക്സിന്റെ ഫോർമാറ്റ് ഇങ്ങനെ കരുതുക, 1, 2, 3, 4, 5, 6. ഈ ലാസ്റ്റ് റോ കംപ്ലീറ്റ് 0 എന്ന് കരുതുക. ഓക്കെ, നമ്മൾ റെഡ്യൂസ് ചെയ്ത് വന്നപ്പോൾ അവസാനം കിട്ടുന്ന മെട്രിക്സ് ഈ ഫോർമാറ്റിലാണെന്ന് കരുതുക. അപ്പോൾ ഇതിനകത്ത് എത്ര നോൺ സീറോ റോസ്, കംപ്ലീറ്റ് 0 അല്ലാതെ എത്ര റോസ് ഉണ്ട് നോക്കുക. ഇവിടെ 2 എണ്ണം ഉള്ളൂ കേട്ടോ. അപ്പോൾ റാങ്ക് എത്ര വരിക, 2 ആണ് വരിക. മനസ്സിലാവുണ്ടോ? അപ്പോൾ കംപ്ലീറ്റ് 0 അല്ലാത്ത റോസുകൾ കൗണ്ട് ചെയ്യുക, കൗണ്ടാണ് അത് റാങ്ക് ആയിട്ട് വരിക. മനസ്സിലാവുണ്ടോ? ക്ലിയർ അല്ലേ? ഇനി ഇത് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞുതരാം. ഈ റാങ്കിന്റെ ഓപ്പറേഷൻ കൊടുക്കുന്ന സമയത്ത് ഒരുപാട് റൂൾസുകൾ ഇതിനകത്ത് ഹൈഡ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. ഹൈഡ് ചെയ്ത റൂൾസുകളൊക്കെ അറിഞ്ഞിരിക്കണം. ഇപ്പം ഞാൻ ഈ പറഞ്ഞ റൂൾസുകളൊക്കെ ഡയറക്റ്റ് റൂൾസുകളാണ്. പിന്നെ കുറച്ച് ഹൈഡ് ആയിട്ടുള്ള കുറച്ച് റൂൾസുകളുണ്ട്. ആ റൂൾസുകൾ തെറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റാങ്ക് ചെയ്യുന്ന ഈ പ്രോസസ്സ് സൈക്ലിക് ആവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 16 പേജ് ചെയ്താലും ഇതിൻ്റെ ആൻസറിലേക്ക് വരില്ലയാണ്. മനസ്സിലാവുണ്ടോ? അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് 4, 5, 6 പേജൊക്കെ വന്നിട്ടുണ്ടാകും റാങ്ക് കാണാനായിട്ട്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്, നിങ്ങൾ ചെയ്തത് തെറ്റാണെന്നാണ് അതിൻ്റെ മീനിങ് കേട്ടോ. റാങ്ക് ചെയ്യേണ്ട പ്രോബ്ലം മാക്സിമം 4 സ്റ്റേജ് അല്ലെങ്കിൽ 5 സ്റ്റേജ്, അതിന് കൂടുതൽ വരില്ലയാണ്.
അതിന് കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക നിങ്ങൾ ചെയ്തത് എന്താണ് സൈക്ലിക് ആയിട്ടുണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്ത് തന്നെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ നമ്പറുകളിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ, പ്രോസസ്സ് സെയിം ആയിരിക്കും. മനസ്സിലാവുണ്ടോ? അപ്പോൾ എങ്ങനെയാണ് ഇത് സൈക്ലിക് അല്ലാണ്ട് ഇത് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഡിറ്റർമിൻ ദ റാങ്ക് ഓഫ് ദി മെട്രിക്സ് എ ഇസ് ഈക്വൽ ടു 1 2 -1 -2 -4 2 3 6 -3. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. മനസ്സിലാവുണ്ടോ? അപ്പോൾ എൻ്റെ വർക്ക് ഇതാണ്, ഫസ്റ്റ് ഡയഗണൽ എൻട്രി ഏതാ നോക്കുക. ഡയഗണൽ എൻട്രി പറയുമ്പോൾ റോ നമ്പറും കോളം നമ്പറും ഈക്വൽ ആവുന്ന പോയിന്റ് കേട്ടോ. ഇവിടെ ഏതാ വരിക? പൊസിഷൻ 1 1 ആണത്, ഇത് 2 2, ഇത് 3 3 എന്നുള്ള പൊസിഷൻ കേട്ടോ. അപ്പോൾ ഇതാണ് ഡയഗണൽ എൻട്രീസ്. ഈ ഡയഗണൽ എൻട്രിക്ക് താഴെ വരുന്ന എലമെന്റുകൾ 0 ആക്കലാണ് നമ്മളെ വർക്ക്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഡയഗണൽ എൻട്രി എന്ത് ചെയ്തു? മാർക്ക് ചെയ്തു. ഇതാണ് ഫസ്റ്റ് ഡയഗണൽ എൻട്രി. അത് 1 ആണെങ്കിൽ കുറച്ച് സൗകര്യമാണ്. ഇത് 1 അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഏതെങ്കിലും റോയില് 1 വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, റോകൾ നമ്മൾ എന്ത് ചെയ്യുക, ഇന്റർചേഞ്ച് ചെയ്തിട്ട് ആ നമ്പറിനെ 1 ആക്കുക കേട്ടോ. 1 അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, 1 ആക്കി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ കുറച്ച് സൗകര്യമാണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി 1 ആയതുകൊണ്ട് ഞാൻ ഇതിനെന്ത് ചെയ്തു, സർക്കിൾ ചെയ്തു. ഇനി ഈ 1ന് താഴെ വരുന്ന ഈ 2 എലമെന്റുകളാണ് എനിക്ക് 0 ആക്കേണ്ടത്. അപ്പോൾ ഓപ്പറേഷൻ, റോങ് ഓപ്പറേഷൻ എന്താണെന്ന് പറഞ്ഞുതരാം. ഈ 2 എലമെന്റുകൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ഓപ്പറേറ്റ് ചെയ്യരുത്. ആകാശം മനസ്സിലാവുണ്ടോ? എന്ന് വെച്ചാൽ ഈ സർക്കിൾ ചെയ്തതിൻ്റെ താഴെ വരുന്ന ഈ എലമെന്റുകൾ, ഇതിന് കറസ്പോണ്ടിങ് ഉള്ള റോകൾ ഏതൊക്കെയാണ്? R2 R3 ആണ്. ഇത് ഒരു കാരണവശാലും ഈ 2 റോകൾ തമ്മിൽ എന്ത് ചെയ്യരുത്, ഓപ്പറേറ്റ് ചെയ്യാൻ പാടില്ല. ക്ലിയർ ആവുന്നുണ്ടോ? എന്ന് വെച്ചാൽ R2 R1 തമ്മിൽ ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ ഒന്നും പാടില്ല. നിങ്ങൾ ഏത് എലമെന്റാണോ നിങ്ങൾ സർക്കിൾ ചെയ്തിരിക്കുന്നത് അതിന് താഴെ വരുന്ന എലമെന്റുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോകൾ തമ്മിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ഓപ്പറേഷൻസ് നടത്താൻ പാടില്ല. എന്ന് വെച്ചാൽ അവർ തമ്മിൽ ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യാനോ നിങ്ങൾ പാടില്ല. അല്ലെങ്കിൽ നമ്പർ ഓഫ് ടൈംസ് ആഡ് ചെയ്യുക. അപ്പോൾ R3 ചേഞ്ചസ് ടു R3 + 2 ടൈംസ് R2, അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സൈക്ലിക് ആവും. മനസ്സിലാവുന്നുണ്ടോ? പല ഈ ലോക്കൽ ഓതേഴ്സിന്റെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ അവർ അങ്ങനെയൊക്കെ ചെയ്യും. അവർ തോന്നിയ പോലൊക്കെ ആഡ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അത് എന്താണ്? അത് ഒരു റോങ് ഓപ്പറേഷനാണ്. മെട്രിക്സിന്റെ കേസിൽ അതൊരു റോങ് ഓപ്പറേഷനാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആദ്യത്തെ വർക്ക് അതാണ്, ഈ മാർക്ക് ചെയ്ത് കഴിഞ്ഞ എലമെന്റിന്റെ താഴെ വരുന്ന റോകൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഓപ്പറേറ്റ് ചെയ്യരുത്. ഈ റൂള് ഒരിക്കലും എവിടെയും തെറ്റിക്കാൻ പാടില്ല കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ഹൈഡ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടി ഇതാണ് കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? ഈ ഓപ്പറേഷനിൽ ഇത് ഒരു ഹൈഡായിട്ട് നിൽക്കുന്ന പ്രോപ്പർട്ടിയാണ്. ഇത് ഒരിക്കലും നമ്മൾ എവിടെയും എക്സ്പ്ലെയിൻ ചെയ്യില്ല. ഇത് ഹൈഡാക്കി നിൽക്കുന്ന പ്രോപ്പർട്ടിയാണ്. ഈ പ്രോപ്പർട്ടി നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് ഫോളോ ചെയ്യണം. അപ്പോൾ ഏതാണോ മാർക്ക് ചെയ്തിരിക്കുന്നത് ആ മാർക്ക് ചെയ്ത താഴെയുള്ള എലമെന്റുകളാണ് നമുക്ക് 0 ആക്കേണ്ടത്. 0 ഒക്കെ ശ്രദ്ധിക്കുക, ആ എലമെന്റുകൾ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന റോകൾ ഒരു കാരണവശാലും ഓപ്പറേറ്റ് ചെയ്യരുത്. ഇപ്പോൾ R4 ഉണ്ടെങ്കിൽ R4 R3 R2 എന്ത് ചെയ്യരുത്, ഓപ്പറേറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ. ഇനി ഇവർ ഏതുമായിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് അടുത്ത് പറയുന്നത്. ഇവർ ഏതുമായിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്? ഈ സർക്കിൾ ചെയ്ത ഈ എലമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് റോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും, അതാണ് R1. ഈ R1 മാത്രമേ ഈ 2 എലമെന്റുകളെ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഓപ്പറേറ്റ് ചെയ്യാൻ പാടുള്ളൂ. എന്ന് വെച്ചാൽ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഈ റോമായിട്ട് ഏത് റോമായിട്ടാണ് ചെയ്യാൻ പാടുള്ളൂ, R1 മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഞാൻ ഫസ്റ്റ് റോ അതേപോലെ എഴുതി, നോ ചേഞ്ച്, അവിടെ ഒരു ചേഞ്ചസും വരില്ല. മനസ്സിലാവുന്നുണ്ടോ? R2 ചേഞ്ചസ് ടു, R2 എങ്ങനെ ചേഞ്ച് ചെയ്യേണ്ടത്? ഈ R2ന്റെ കൂടെ എത്ര ടൈംസ്, ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്താൽ പോരെ. ഇതിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി മാറും? ഈ എലമെന്റ് 0 ആവില്ലേ? ഈ എലമെന്റ് 0 ആക്കലാണ് നമ്മളെ വർക്ക് കേട്ടോ. അപ്പോൾ ഈ എലമെന്റുമായിട്ട് ഓപ്പറേറ്റ് ചെയ്തിട്ട് വേണം 0 ആക്കാനായിട്ട്. അപ്പോൾ ഈ എലമെന്റ് എന്ത് ചെയ്യണം, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, എന്നിട്ട് ആഡ് ചെയ്യുമ്പോൾ മാത്രമേ എന്താവുള്ളൂ, ഈ എലമെന്റ് 0 ആവുള്ളൂ. ശരിയല്ലേ? 2 - 2 അല്ലേ 0. അപ്പോൾ R2 ചേഞ്ചസ് ടു R2 + 2 ടൈംസ് R1. ക്ലിയർ അല്ലേ? ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ? ഈ എലമെന്റ് ആണെങ്കിൽ 0 ആക്കേണ്ടത്. ഈ എലമെന്റ് 0 ആക്കണമെങ്കിൽ ഈ എലമെന്റ് നമ്മൾ മാത്രമേ ഓപ്പറേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഈ എലമെന്റിന്റെ കൂടെ എന്ത് ചെയ്യണം, ഇതിനെ ആദ്യം 2 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം, എന്നിട്ട് ആഡ് ചെയ്യുമ്പോൾ മാത്രമേ എന്താവുള്ളൂ, 0 ആവുള്ളൂ കേട്ടോ. മനസ്സിലാവുണ്ടോ? അപ്പോൾ R1 എന്ത് ചെയ്യണം, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, എന്നിട്ട് R2 എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഈ എലമെന്റ് എന്തായി മാറും, 0 ആയി മാറും. അപ്പോൾ ഈ ഓപ്പറേഷൻ ഇവിടെ ചെയ്യുന്ന സമയത്ത് ഈ എലമെന്റുകൾക്കൊക്കെ എന്ത് വരും, ഈ ഓപ്പറേഷൻ ബാധകമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മാനുവലായിട്ട് എന്ത് ചെയ്യരുത്. ഇതെന്ത് ചെയ്യുക, ഈ R2 എന്നുള്ള ഈ എലമെന്റിന് ഒരു Y എന്നുള്ള സിമ്പിൾ കൊടുക്കുക. R1 ഞാൻ എന്ത് ചെയ്തു, ഒരു X എന്നുള്ള സിമ്പിൾ കൊടുക്കണം കേട്ടോ. എനിക്ക് കാൽക്കുലേറ്ററിൽ ഈ R2 R1 ഒന്നും എൻ്റർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടി ഞാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് R2 ഞാൻ Y എന്നുള്ള സിമ്പിൾ കൊടുക്കണം, R1 ഞാൻ X എന്നുള്ള സിമ്പിൾ കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇനി നിങ്ങളെ കാൽക്കുലേറ്റർ എടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? കാൽക്കുലേറ്റർ എടുത്തിട്ട് ഈ Yയും 2Xും ഇതിനകത്ത് എൻ്റർ ചെയ്യണം. അപ്പോൾ ഈ ലെറ്റേഴ്സ് കിട്ടാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബട്ടണാണ് ആൽഫ ബട്ടൺ. നിങ്ങൾ കാൽക്കുലേറ്റർ ആൽഫ ബട്ടൺ ഇല്ലേ?
ഈ ബട്ടൺ എന്തിനാണ് യൂസ് ചെയ്യുക? ഈ വൈയും എക്സ് ഒക്കെ എൻ്റർ ചെയ്യാനാണ് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ കാണാം എക്സും വൈ ഒക്കെ കാണാം. ഇവിടെ കണ്ടോ ഈ ബ്രാക്കറ്റ് ക്ലോസിൻ്റെ മുകളിൽ എക്സ് ഉണ്ട്, എസ് ഡിയുടെ മുകളിൽ ക്യാപിറ്റൽ വൈ ഉണ്ട് കേട്ടോ. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ആൽഫ എന്നുള്ള ബട്ടൺ ഒരു തവണ പ്രസ് ചെയ്യുക, എസ് ഡി എന്നുള്ള ബട്ടൺ ഒരു തവണ പ്രസ് ചെയ്യുക. അപ്പോൾ സ്ക്രീനിൽ എന്ത് വരും? വൈ എന്ന് വരും. പിന്നെ പ്ലസ് എന്നുള്ള സിമ്പിൾ പ്രസ് ചെയ്യുക, ദെൻ 2 എന്നുള്ള നമ്പർ എൻ്റർ ചെയ്യുക, ദെൻ അഗെയിൻ ആൽഫ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക, ഈ ബ്രാക്കറ്റ് ക്ലോസ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ എക്സ് വരും. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ എന്ത് വന്നു? y + 2x വന്നിട്ടുണ്ടായിരിക്കും. വന്നിട്ടില്ലേ? ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഈ കാൽക്ക് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക കേട്ടോ. മനസ്സിലാവുണ്ടോ? അപ്പോൾ y ക്വസ്റ്റ്യൻ മാർക്ക് ചോദിക്കും. ഇനി ചോദിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ചില കാൽക്കുലേറ്റർ എൻ്റർ ചെയ്യുമ്പോൾ കാൽക്ക് അടിക്കുമ്പോൾ ഇത് വരില്ല, y ക്വസ്റ്റ്യൻ മാർക്ക് വരില്ല. അപ്പോൾ അത് എന്തെങ്കിലും ഡീഫോൾട്ട് കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഈ മോഡ് ബട്ടൺ പ്രസ് ചെയ്യുക, ഈ കോംബ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ പ്രോസസ്സ് വീണ്ടും ചെയ്യുക. ഏതാണ്? ആൽഫ y + 2 ആൽഫ എക്സ്. ഇവിടെ ഓൾറെഡി എനിക്ക് അതിൽ കാൽക്ക് പ്രസ് ചെയ്യുമ്പോൾ y വരുന്നുണ്ട് കേട്ടോ. മനസ്സിലാവുണ്ടോ? ഇനി ഇൻ കേസ് അങ്ങനെ y വന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? മോഡ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് കോംബ് പ്രസ് ചെയ്തിട്ട് വീണ്ടും ഇതെന്ത് ചെയ്യുക? പ്രോസസ്സ് ചെയ്യുക. മനസ്സിലാവുണ്ടോ? അപ്പോൾ y ക്വസ്റ്റ്യൻ മാർക്ക് ചോദിച്ചു. എന്താണ് ഫസ്റ്റ് വൈയുടെ വാല്യൂ? ഞാൻ y എടുത്തിരിക്കുന്നത് ഈ R2-നെയാണ് ഞാൻ y എന്ന് കൊടുത്തിരിക്കുന്നത് കേട്ടോ. R1-നെ ഞാൻ x ആ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ആദ്യത്തെ വൈയുടെ വാല്യൂ എത്രയാണ്? -2. ആ -2 ഇവിടെ എൻ്റർ ചെയ്യുക. ദെൻ ഈക്വൽ ടു കൊടുക്കുക. എക്സിൻ്റെ വാല്യൂ എത്രയാണ്? -2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണ് കേട്ടോ. 1 എൻ്റർ ചെയ്യുക, ഈക്വൽ കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 0 വരും. ആ 0 ഞാൻ ഇവിടെ എൻ്റർ ചെയ്തിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത വീണ്ടും ഈക്വൽ ടു ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ വൈയുടെ വാല്യൂ ചോദിക്കും. -4 എൻ്റർ ചെയ്യുക, ഈക്വൽ ടു കൊടുക്കുക. 2 എൻ്റർ ചെയ്യുക, ഈക്വൽ ടു കൊടുക്കുക. അപ്പോൾ 0 വരും. ആ 0 ഞാനിവിടെ എൻ്റർ ചെയ്തിരിക്കുന്നത്. മനസ്സിലാവുണ്ടോ? ദെൻ വീണ്ടും ഈക്വൽ ടു ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ വൈയുടെ വാല്യൂ ചോദിക്കും. അടുത്ത വൈയുടെ വാല്യൂ 2 ആണ്. കണ്ടോ? അടുത്ത വാല്യൂ എത്രയാണ്? -1. ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 0 കിട്ടും. കണ്ടോ? എത്ര ഈസിയുടെ കിട്ടിയതുണ്ടോ? മനസ്സിലാവുണ്ടോ? ഇനി അടുത്ത റോ ഏതാണ്? അടുത്ത എനിക്ക് ഇപ്പോൾ ഇത് 0 ആയിട്ടോ. അടുത്ത് 3 ആണ്. ഈ 3-നെ വേണം എനിക്ക് 0 ആക്കാനായിട്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലിച്ചിട്ട് വേണം സബ്ട്രാക്ട് ചെയ്യാൻ. അപ്പോൾ R3 ചേഞ്ചസ് ടു R3 - 3 ടൈംസ് എന്ത് ചെയ്യണം? R1 ചെയ്യണം കേട്ടോ. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഇതിന് എന്ത് ചെയ്യുക? ഇതിനെന്ത് ചെയ്യുക? y എന്നുള്ള നെയിം ചെയ്യുക. ഇതിനെന്ത് ചെയ്യുക? x എന്നുള്ള നെയിം ചെയ്യുക. അപ്പോൾ y - 3x എന്ന് വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ എഡിറ്റ് ചെയ്താൽ മതി. കേഴ്സർ നമുക്ക് ഈ ബട്ടൺ വെച്ച് മൂവ് ചെയ്യിക്കുക കേട്ടോ. അവിടെ ഡിലീറ്റ് ബട്ടൺ അമർത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക? മൈനസ് കൊടുക്കുക, 3 കൊടുക്കുക കേട്ടോ. അപ്പോൾ y - 3x എന്ന് വരും. ദെൻ എന്ത് ചെയ്യുക? കാൽക്ക് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ആദ്യം വൈയുടെ വാല്യൂ ചോദിക്കും. ഈക്വേഷൻ കറക്റ്റ് ആണെങ്കിൽ ഈ വാല്യൂ ഇട്ട് കൊടുത്താൽ എന്ത് കിട്ടണം? 0 കിട്ടണം കേട്ടോ. അപ്പോൾ 3 ഇട്ട് കൊടുക്കുക, 1 ഇട്ട് കൊടുക്കുക, 0 ആണ്. അപ്പോൾ ഈ എടുത്തിരിക്കുന്ന ഇക്വേഷൻ കറക്റ്റാണ്. 3 1 ഇട്ട് കൊടുക്കുമ്പോൾ 0 വന്നു. അടുത്ത ഏതായിട്ട് കൊടുക്കേണ്ട? ഈക്വൽ ടു വീണ്ടും പ്രസ് ചെയ്യുക. അപ്പോൾ വൈയുടെ വാല്യൂ ചോദിക്കും. 6 കൊടുക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സിൻ്റെ വാല്യൂ 2 ആണ് കേട്ടോ. എത്ര വരുന്നത്? 0 വന്നു. അടുത്ത് വീണ്ടും ഈക്വൽ ടു കൊടുക്കുക. -3 -1 കൊടുക്കുക കേട്ടോ. -3 ഉണ്ടോ? നമ്മൾ ഒരുപാട് സമയം സേവ് ചെയ്യാൻ പറ്റും. വലിയ മെട്രിക്സ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് സമയം സേവ് ചെയ്യാം. മനസ്സിലാവുണ്ടോ? 0 വന്നു. ഇനി അടുത്ത ഡയഗണൽ എൻട്രി 0 ആണ്. അതിന് താഴെ എലമെന്റ് ഇല്ല. പിന്നെ അടുത്ത ഡയഗണൽ എൻട്രി 0 ആണ്. അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഡയഗണൽ എൻട്രിക്ക് താഴെയൊക്കെ എല്ലാ എലമെന്റും 0 ആയിട്ടുണ്ട്. ഇപ്പോൾ റാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് നോൺ സീറോ റോസ് ഇൻ ദി റെഡ്യൂസ്ഡ് മെട്രിക്സ്. എത്ര റോ ഉള്ളൂ? ഒരെണ്ണം ഉള്ളൂ കേട്ടോ. ഇത് കറക്റ്റ് നമ്മൾ ഓർഡർ ഫോളോ ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ 2 സ്റ്റേജിലെ ആൻസർ കിട്ടിയത്. നമുക്ക് മാക്സിമം ഒരു 3 അല്ലെങ്കിൽ 4 സ്റ്റേജിൻ്റെ ഉള്ളിൽ ആൻസർ കിട്ടും കേട്ടോ. ഈ ഓർഡർ ഞാൻ ഈ പറഞ്ഞ ഓർഡർ ഫോളോ ചെയ്യുകയാണെങ്കിൽ. ക്ലിയർ ആവുന്നുണ്ടോ? നമുക്കൊരു വലിയ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇതൊക്കെ എത്ര വലിയ ക്വസ്റ്റ്യൻ ചെയ്താലും മാക്സിമം ഒരു 4 സ്റ്റേജ് കേട്ടോ, അല്ലെങ്കിൽ 5 സ്റ്റേജ്. ഇപ്പോൾ 4 സ്റ്റേജ് ഉള്ളോ? മനസ്സിലാവുണ്ടോ? 4 3 സ്റ്റേജ്, 1 2 3 സ്റ്റേജ്. എത്ര വലിയ ക്വസ്റ്റ്യൻ ആണെങ്കിലും 3 അല്ലെങ്കിൽ 4 സ്റ്റേജിനുള്ളിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ ഡിറ്റർമിൻ ദി റാങ്ക് ഓഫ് ദി മെട്രിക്സ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കാണ് ഇതിൻ്റെ കീ ടോപ്പിക് കേട്ടോ. ഈ റാങ്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ 75% നിങ്ങൾക്ക് ഈസിയാണ്. കാരണം ഇനി വരുന്ന 50% നമുക്ക് പറയാനുള്ളത് റാങ്ക് വെച്ചുള്ള പ്രോബ്ലംസ് ആണ്. ഈ റാങ്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ടോപ്പിക്കുകളൊക്കെ നിങ്ങൾക്ക് വളരെ വളരെ ഫ്ലുവൻ്റ് ആവും. മനസ്സിലാവുണ്ടോ? ഓക്കെ. അപ്പോൾ ഈ റാങ്ക് ഫൈൻഡ് ഔട്ട് ചെയ്യൽ എന്ത് ചെയ്യണം? ഇപ്പോൾ ഞാൻ ഇന്നിപ്പോൾ റാങ്ക് എടുത്തു കഴിഞ്ഞാൽ നാളെ നിങ്ങൾ വൈകിട്ട് വരുമ്പോൾ ഈ റാങ്ക് ഫ്ലുവൻ്റ് ആക്കിയിട്ട് വേണം വരാനായിട്ട്. മനസ്സിലാവുന്നുണ്ടോ? ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം വരാനായിട്ട്. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് ഇതിൻ്റെ ഒരു 50% ടോപ്പിക്ക് നമുക്ക് കവർ ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ ശ്രദ്ധിക്കുക. ഡിറ്റർമിൻ ദി റാങ്ക് ഓഫ് ദി മെട്രിക്സ് 1 2 3 -1 -2 -1 -3 -1 അങ്ങനെ തന്നിട്ടുണ്ട്.
അപ്പോൾ ആദ്യത്തെ വർക്ക് എന്താണ്? ഫസ്റ്റ് ഡയഗണൽ എൻട്രി മാർക്ക് ചെയ്യുക. അവിടെ 1 ആയതുകൊണ്ട് പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഏതാണ് സീറോ കണ്ടത്? ഈ എലമെൻ്റാണ് സീറോ കണ്ടത്. അപ്പോൾ ഈ എലമെൻ്റ് കൂടെ എന്ത് ചെയ്യുക? 2 ടൈംസ് ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്താൽ പോരെ. ഓപ്പോസിറ്റ് സൈൻ ആയതുകൊണ്ട് ആഡ് ചെയ്താൽ മതി. അപ്പോൾ R2 ചേഞ്ചസ് ടു R2 പ്ലസ് 2 ടൈംസ് എന്ത് ചെയ്യുക? R1. ക്ലിയർ ആവുന്നുണ്ടോ? ഇത് R1 ആണ്, ഇത് R2, ഇത് R3, ഇത് R4 കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എന്ത് ചെയ്യുക? ഇത് R2 ചേഞ്ചസ് ടു R2 പ്ലസ് 2 ടൈംസ് R1. അപ്പോൾ ഇത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കാൽക്കുലേറ്റർ എൻ്റർ ചെയ്യാം. എങ്ങനെ എൻ്റർ ചെയ്യാം? ഇതിൽ തന്നെ എഡിറ്റ് ചെയ്താൽ മതി. ഇവിടെ അടുത്ത് 3 അത് മൊത്തം പോയില്ലേ. അതിന് R2 ഞാൻ Y എന്നാണ് കൊടുക്കണം. ആൽഫ Y പ്ലസ് വിത്ത് 2 ആൽഫ X എന്ന് കൊടുക്കുക. കാലിക്കുന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യം -2 ആണ് വാല്യൂ. -2 ഇട്ട് കൊടുത്തു, ദെൻ 1 ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ എന്താ ആൻസർ വരുന്നത്? 0 ആണ് വരുന്നത്. അടുത്ത് -1 -2 ആണ്. വീണ്ടും ഈക്വൽ ടു കൊടുക്കുക, -1 ഇട്ട് കൊടുക്കുക. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ അയച്ചു തരാം കേട്ടോ. വീഡിയോ നോക്കിയാൽ മതിയേ കേട്ടോ. അടുത്ത് വീണ്ടും ഈക്വൽ ടു കൊടുക്കുക. അടുത്ത വാല്യൂ ഏതാണ്? -3 3 ആണ് കേട്ടോ. അപ്പോൾ ആദ്യം -3 എൻ്റർ ചെയ്യുക, പിന്നെ 3 എൻ്റർ ചെയ്യുക, 3 വരും. അടുത്ത -1 ആണ്. അപ്പോൾ -1 എൻ്റർ ചെയ്യുക, വീണ്ടും ഈക്വൽ ടു -1 എൻ്റർ ചെയ്യുക കേട്ടോ. ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് ഇതിൻ്റെ ഫുൾ ആൻസർ കിട്ടി. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത എന്താ ചെയ്യേണ്ടത്? ഈ എലമെൻ്റാണ് സീറോ കണ്ടത്. ജസ്റ്റ് സബ്ട്രാക്ഷൻ ഉള്ളൂ കേട്ടോ. അത് നിങ്ങൾ ഇക്വേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇവിടെ എന്ത് ചെയ്താൽ മതി? ഒരു മൈനസ് സൈൻ കൊടുത്താൽ മതി. പ്ലസ് മാറ്റി മൈനസ് ആക്കുക. ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്താൽ പോരെ. R3 ചേഞ്ചസ് ടു R3 മൈനസ് R1. ഓക്കെ, ദെൻ ഈ വാല്യൂസ് ഇട്ട് കൊടുക്കുക, ഈ വാല്യൂസ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ റോ വരും. ക്ലിയർ ആവുന്നുണ്ടോ? ഇതിന് ഇപ്പോൾ ഇനി ഏതെങ്കിലും റോയിൽ കോമൺ എലമെൻ്റ് ഉണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്യണം കേട്ടോ. ഇവിടെ 3 കോമൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 3 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യണം. ഇവിടെ -2 കോമൺ ആണ്. ഒരു -2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക കേട്ടോ. കോമൺ എലമെൻ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ അതിന് ഞാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഇവിടെ 1 1 -1 വരും. ഇത് വേണമെങ്കിൽ നമുക്ക് ഒരു -2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ 1 ഇവിടെ 1 ഇവിടെ -1 വരും കേട്ടോ. ദെൻ അടുത്ത ഡയഗണൽ എലമെൻറ്റ് മാർക്ക് ചെയ്യുക. താഴെയുള്ള ഈ 2 എലമെൻ്റ് സീറോ ഉണ്ട്. ഇത് ഐഡൻറ്റിക്കൽ ആയതുകൊണ്ടേ ഇത് ഇക്വേഷൻ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഐഡൻറ്റിക്കലാണ്. ഈ റോമായിട്ട് ഇത് ഐഡൻറ്റിക്കൽ അല്ലേ. അപ്പോൾ ഇത് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? 0 ആണ് വരിക കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? അത് നമ്മൾ ഇക്വേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. മൈനസ് ചെയ്യുമ്പോൾ എന്താ വരും? 0. ഐഡൻറ്റിക്കൽ റോസ് അല്ലേ, 0 വരും. അപ്പോൾ റാങ്ക് എത്ര വരും? 1 2 വരും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഡിറ്റർമിൻ ദി റാങ്ക് ഓഫ് ദി മാട്രിക്സ് ഇസ് 1. അപ്പോൾ ഇവിടെ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഡയഗണൽ എൻട്രി മാർക്ക് ചെയ്യുക. ഇതിന് താഴെ വരുന്ന 5 9 13 ആണ് സീറോ കണ്ടത്. അപ്പോൾ R2 ചേഞ്ചസ് ടു R2 ന്ന് 5 ടൈംസ് R1 കുറയ്ക്കണം കേട്ടോ. ഇവിടെ ആണെങ്കിലോ R3 ചേഞ്ചസ് ടു R3 ന്ന് 9 ടൈംസ് എന്ത് ചെയ്യണം? R1 കുറയ്ക്കണം. ഇവിടെ ആണെങ്കിലോ R4 നിന്ന് 13 ടൈംസ് എന്ത് ചെയ്യണം? R1 സബ്ട്രാക്ട് ചെയ്യണം. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ എങ്ങനെ ഓപ്പറേഷൻ? ഇത് നമുക്ക് y എന്ന് കൊടുക്കാം. ഇവിടെ 5 കൊടുക്കുന്നുണ്ട് കേട്ടോ. 5 കൊടുക്കുക, ദെൻ കാൽക്ക് പ്രസ് ചെയ്യുക. അപ്പോൾ വൈയുടെ വാല്യൂ എത്രയാണ്? 5 ആദ്യം കൊടുക്കുക, 1 കൊടുക്കുക കേട്ടോ. അപ്പോൾ മാനുവലായിട്ട് ചെയ്യുമ്പോൾ ഒരുപാട് സമയം വരും. അത് 0 വന്നു. അപ്പോൾ ഇക്വേഷൻ കറക്റ്റാണ്. അടുത്ത് 6 കൊടുക്കുക, ഈക്വൽ ടു കൊടുക്കുക, 6 കൊടുക്കുക, 2 കൊടുക്കുക. അത്ര ഒരു -4 വരും. അടുത്ത് 7 3 കൊടുക്കേണ്ടത്. 7 കൊടുക്കുക, 3 കൊടുക്കുക, -8 വരും. അടുത്ത എത്ര കൊടുക്കേണ്ടത്? 8 4 കേട്ടോ. ഞാനിവിടെ 8 അല്ല, 8 4 എത്ര വരും? -12 വരും കണ്ടോ. ഇനി അടുത്ത എന്ത് ഇക്വേഷനിൽ തന്നെ എഡിറ്റ് ചെയ്താൽ മതി. ഇവിടെ ഏത് 5ൻ്റെ സ്ഥാനത്ത് അടുത്ത തരം വരുന്നത് 9 വരുന്നത് കേട്ടോ. ദെൻ കാൽക്ക് കൊടുക്കുക. അപ്പോൾ 9 1 10 2 11 3 12 4 അങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 9 1 കൊടുത്ത് എന്തായാലും 0 ആണ് വരിക. 10 2 കൊടുത്ത് നോക്കാം. വൈക്ക് 10, അടുത്ത 2 കേട്ടോ, -8 വരും. അടുത്ത് 11 3 ആണ് കൊടുക്കേണ്ടത്. 11 കൊടുക്കുക, 3 കൊടുക്കുക, -16 വരും. അടുത്ത് 12 കൊടുക്കുക, 4 കൊടുക്കുക കേട്ടോ. 12 കൊടുക്കുക, then എന്ത് ചെയ്യുക? 4 കൊടുക്കുക, -24. then അടുത്ത സ്റ്റൈൽ ഏതാ ചെയ്യേണ്ടത്? ഈ 9ൻ്റെ സ്ഥാനത്ത് ആര് കൊടുക്കണം? 9ൻ്റെ സ്ഥാനത്ത് ആര് കൊടുക്കണം? 13 കൊടുക്കണം കേട്ടോ. then കാൽക്ക് കൊടുക്കുക. അപ്പോൾ നോക്കിയേ, 13 1 അത് 0 ആയി പോവും. പിന്നെ 14 2 കണ്ടോ, 14 കൊടുക്കുക, 2 കൊടുക്കുക. അപ്പോൾ എത്ര വരും? -12. അടുത്ത് 15 3 ആണ് കൊടുക്കേണ്ടത്. 15 കൊടുക്കുക, then 3 കൊടുക്കുക, -24. അടുത്ത് 16 4 ആണ് കൊടുക്കേണ്ടത്.
16 കൊടുക്കുക, 4 കൊടുക്കുക കേട്ടോ. നമുക്കൊരു ഒരു 5 സെക്കൻഡിനുള്ളിൽ നമുക്ക് ആൻസർ എഴുതാം ഉണ്ടോ. അപ്പോൾ കാൽക്കുലേറ്റർ ഒന്ന് സ്പീഡാക്കി കഴിഞ്ഞാൽ നമുക്കൊരു വളരെ നേരിയ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വളരെ ചെറിയ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ഫിനിഷ് ചെയ്യാം. മനസ്സിലാവുണ്ടോ. ഇനി ഇതിൽ കോമൺ എലമെൻറ്റ് ഡിവൈഡ് ചെയ്യണം. ഇവിടെ -4 കോമൺ ആയിട്ടുണ്ട്, ഡിവൈഡ് ചെയ്യുക. ഇവിടെ -8 ഉണ്ട്, ഇവിടെ -12 ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഐഡൻറ്റിക്കൽ റോസ് ആയി കേട്ടോ. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്താൽ മതി, അതൊക്കെ 0 ആയി പോകും കേട്ടോ. ഇക്വേഷൻ ആക്കൊന്നും വേണ്ട. ഇത് ഐഡൻറ്റിക്കൽ അല്ല, 3 ഐഡൻറ്റിക്കലാണ് വന്നിരിക്കുന്നത്. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഒരു 1 - 1 0, 2 - 2 0, 3 - 3 0. ഡയറക്റ്റ് നമുക്ക് 0 എഴുതാം. റാങ്ക് ആയിക്കുള്ള എന്ത് വരും, 2. മനസ്സിലാവണ്ടോ. ഇനി ഇതിൽ കുറച്ച് പ്രാക്ടീസ് ചെയ്യാനുള്ള കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ഇത് തന്നെ ചെയ്ത് നോക്കണം കേട്ടോ. ഉണ്ടോ, പ്രാക്ടീസ് ചെയ്യാനുള്ള പ്രോബ്ലം തന്നെ ചെയ്ത് നോക്കണം. ഇനി ഇന്നൊരു ക്വസ്റ്റ്യൻ. ഫോർ വാട്ട് വാല്യൂസ് ഓഫ് പി ദി മാട്രിക്സ് ദിസ് വൺ റാങ്ക് 1, റാങ്ക് 2 ഓർ റാങ്ക് 3. എപ്പോഴൊക്കെയാണ് ഇതിന് റാങ്ക് 1 വരിക, റാങ്ക് 2 വരിക, റാങ്ക് 3 വരിക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ റീസെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ, നിങ്ങൾ ഈ KTUവിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. വെറുതെ റാങ്ക് ചോദിക്കുന്നതിന് പോലെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കോൺസ്റ്റന്റ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ പിക്ക് നിങ്ങൾ ഏതൊക്കെ വാല്യൂസ് കൊടുത്താലാണ് ഈ മെട്രിക്സിന് റാങ്ക് 1 വരിക, റാങ്ക് 2 വരിക, അതുപോലെ റാങ്ക് 3 വരിക. ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ ഈ മെട്രിക്സിനെ ഏത് നെയിം ചെയ്യുക, മനസ്സിലാവുണ്ടോ. ഓക്കെ, അപ്പോൾ ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ നോട്ട് ഈക്വൽ ടു 0 ആണ് വരുന്നതെങ്കിൽ അതിൻ്റെ റാങ്ക് എത്ര വരെ, 3 ആണ് വരിക അല്ലേ. റാങ്ക് 3 വരെയുള്ള കണ്ടീഷൻ എന്താണ്, ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ എന്തായാൽ മതി, നമ്മൾ ഫോർമൽ ഡെഫിനിഷൻ എന്താ പറയണേ, ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇതിൻ്റെ റാങ്ക് എന്താണ്, 3 ആണ്. മനസ്സിലാവുണ്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഡിറ്റർമിനൻ്റ് എടുക്കാൻ അറിയില്ലേ, 3 ഇൻറ്റു ഇതിന് നേരെ വരുന്ന കോളം കട്ട് ചെയ്യുക, റോ കട്ട് ചെയ്യുക. 3 × 3 9, p × p p². പിന്നെ മൈനസ് വരും, p ഇൻറ്റു നേരെ വരുന്ന കോളം കട്ട് ചെയ്യുക, റോ കട്ട് ചെയ്യുക കേട്ടോ. 3 × p 3p വരും, p × p p² വരും. പിന്നെ പ്ലസ്സാ വരിക, p ഇൻറ്റു ഇതിന് നേരെ വരുന്ന കോളം കട്ട് ചെയ്യുക, റോ കട്ട് ചെയ്യുക. p × p p² വരും, 3 × p 3p വരും. ഓക്കെ, മനസ്സിലായില്ലേ. ഹലോ, 3 × 9 27 വരും, 3p². ഇവിടെ 3p², ഇവിടെ പ്ലസ് p³ വരും, ഇവിടെ p³ വരും, ഇവിടെ -3p² വരും. ഈ p³ ഒന്ന് ആഡ് ചെയ്യുക കേട്ടോ. ഇത് 2p³ വരും, p² ഒന്ന് ആഡ് ചെയ്യുക, ഇത് 6p² വരും, പിന്നെ എത്ര വരും, 9p² വരും, പിന്നെ 27 ഉണ്ട്. അപ്പോൾ ഇത് എബോവ് മെട്രിക്സ് ആസ് റാങ്ക് 3, ഇത് റാങ്ക് 3 ആവണമെങ്കിൽ ഇതിൻ്റെ വാല്യൂ ഒരിക്കലും എന്താവാൻ പാടില്ല, 0 ആവാൻ പാടില്ല കേട്ടോ. ദിസ് വൺ നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ റാങ്ക് 3 ആവുള്ള കണ്ടീഷൻ എന്താണ്, ഇതിൻ്റെ വാല്യൂ ഒരിക്കലും എന്താവാൻ പാടില്ല, 0 ആവാൻ പാടില്ല. മനസ്സിലാവുണ്ടോ. ഇനി സപ്പോസ് അത് 0 ആണെങ്കിൽ ഈ പിയുടെ വാല്യൂസ് എന്തൊക്കെയാണ് വരിക, അത് നമുക്ക് കാൽക്കുലേറ്ററിൽ നമുക്ക് ചെയ്ത് നോക്കാം. കാൽക്കുലേറ്റർ എടുക്കുക, മോഡ് പ്രസ് ചെയ്യുക, ഈ കോംബോ ഒന്ന് അടിച്ച് ക്ലിയർ ചെയ്യുക കേട്ടോ. മോഡ് പ്രസ് ചെയ്യുക, ഇക്വേഷൻ എടുക്കുക, ഇക്വേഷൻ 5 കേട്ടോ. അതിൽ ക്യൂബിക് ഇക്വേഷൻ എടുക്കുക 4. നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റില്ലേ എക്സാം ഹാളിൽ. കോയിഷനുകൾ എൻ്റർ ചെയ്യണം. ആദ്യം 2 എൻ്റർ ചെയ്യുക. അടുത്ത എത്രയാണ്, PQവിൻ്റെ കോയിഷൻ 2 ആണ്, p² -9 ആണ്. പിന്നെ പീൻ്റെ കോയിഷൻ ഉണ്ടോ നോക്കുക, പീൻ്റെ കോയിഷൻ ഇല്ല കേട്ടോ, അപ്പോൾ 0 കൊടുക്കണം. പിന്നെ കോൺസ്റ്റന്റ് എത്ര വരുന്നത്, 27 ആണ് വരുന്നത്, അതിട്ട് കൊടുക്കുക. ഞാൻ ഈക്വൽ ടു കൊടുക്കുക, വീണ്ടും ഈക്വൽ ടു കൊടുക്കുക. കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ -3/2 വരും. ഇത് ക്യൂബിക് ആയതുകൊണ്ട് 3 റൂട്ട് വരണം കേട്ടോ. അപ്പോൾ അടുത്ത ഈക്വൽ ടു കൊടുക്കുമ്പോൾ 3 ആണ് വരുന്നത്. അപ്പോൾ x2 കിട്ടി. x3 കാണിക്കില്ല കേട്ടോ കാൽക്കുലേറ്ററിൽ. അപ്പോൾ അതിന് മീനിങ് ആ 3 റിപ്പീറ്റഡ് ആണ് അതിന് മീനിങ് കേട്ടോ. മനസ്സിലാവുണ്ടോ. ലാസ്റ്റ് വരുന്ന എൻട്രി റിപ്പീറ്റഡ് ആണെങ്കിൽ അത് ഇതിൽ കാണിക്കില്ല കേട്ടോ. ഇതിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകതയാണ്. ലാസ്റ്റ് റൂട്ട് വാല്യൂ റിപ്പീറ്റഡ് ആണെങ്കിൽ അത് വീണ്ടും കാണിക്കില്ലയാണ്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ. അപ്പോൾ പിയുടെ വാല്യൂ -3/2 3 അതാണ് വരുന്നത്. അപ്പോൾ പിയുടെ വാല്യൂ റാങ്ക് 3 ആവണമെങ്കിൽ പിയുടെ വാല്യൂ ഒരിക്കലും എന്ത് വരാൻ പാടില്ല, ഈ 2 വാല്യൂ വരാൻ പാടില്ല കേട്ടോ. മനസ്സിലാവുണ്ടോ. അപ്പോൾ റാങ്ക് 3 ആവണമെങ്കിൽ പിയുടെ വാല്യൂ ഒരിക്കലും എന്ത് വരാൻ പാടില്ല, ഇത് നോട്ട് ഈക്വൽ 0 എന്നല്ലേ പറഞ്ഞത്, ഇത് ഈക്വൽ 0 ആകുമ്പോൾ ഉള്ള പിയുടെ വാല്യൂസ് ആണത്. അപ്പോൾ പിയുടെ വാല്യൂ ഒരിക്കലും ഈ 2 നമ്പർ വരാൻ പാടില്ലയാണ്. ഈ 2 നമ്പർ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, റാങ്ക് എ എന്താവില്ല, 3 ആവില്ല. അപ്പോൾ ഈ 2 നമ്പർ അല്ലാത്ത എല്ലാ കേസുകളിലും എയുടെ റാങ്ക് എന്താണ് വരിക, 3 ആണ് വരിക. ക്ലിയർ ആവുന്നുണ്ടോ. അതിന് അങ്ങനെയാണെങ്കിൽ ഇനി പിക്കുള്ള 3യിൽ എന്താ സംഭവിക്കാൻ നോക്കാം നമുക്ക്. പിക്കുള്ള 3 എന്ന് പറയുമ്പോൾ നമ്മൾ മെട്രിക്സ് ഇതാണ്. ഇത് പിക്ക് 3 കൊടുക്കുക കേട്ടോ. 3 കൊടുത്തപ്പോൾ എല്ലാം 3 ആയി. ഫസ്റ്റ് ഡയഗണൽ മാർക്ക് ചെയ്തു. അതിന് താഴെ ഇത് ഐഡന്റിക്കൽ ആയതുകൊണ്ട് ഈ 2 റോ 0 ആയി പോകും കേട്ടോ. ഇപ്പോൾ റാങ്ക് എത്രയായി വന്ന് 1 ആവുന്നത്. അപ്പോൾ 3 കൊടുക്കുമ്പോഴാണ് എന്ത് വരുന്നത്, റാങ്ക് 1 വരുന്നത് കേട്ടോ. മനസ്സിലാവുണ്ടോ.
അപ്പോൾ ഇനി 3/2 -3/2 കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക നോക്കുക. ഇവിടെ പിക്ക് -3/2 കൊടുക്കുക, ഇവിടെ -3/2, ഇവിടെ -3/2, ഇവിടെ -3/2, -3/2, -3/2. അപ്പോൾ ഇവിടെ ഈ ഫ്രാക്ഷൻ ഇട്ട് നമുക്ക് ഇതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ റോനെ ഞാൻ എന്ത് ചെയ്തു, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു കേട്ടോ. ഈ റോന് ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഈ റോന് ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 ആവും, ഇവിടെ -3 ആവും, -3 ആവും കേട്ടോ. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ -3 വരും, ഇത് 6 ആവും, ഇവിടെ -3 ആവും, ഇവിടെ -3 ഇവിടെ 6 ആവും കേട്ടോ. ഓക്കെ, ഇനി ഫസ്റ്റ് ഡയഗണൽ എൻട്രി മാർക്ക് ചെയ്യുക. അതിന് താഴെ വരുന്ന ഈ 2 എലമെൻറ്റുകളാണ് 0 ആക്കേണ്ടത് കേട്ടോ. ക്ലിയർ ആവുന്നുണ്ടോ? എങ്ങനെ 0 ആക്കാം? ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിനെ, എന്നിട്ട് ഈ നമ്പർ കൊണ്ട് ആഡ് ചെയ്താൽ പോരെ. ഇതാണ് നമ്മളുടെ ഡയഗണൽ എൻട്രി. 6 ആണ് നമ്മുടെ ഡയഗണൽ എൻട്രി കേട്ടോ. ഇത് താഴെയുള്ള ഈ 2 എലമെൻറ്റ് 0, ഇത് ഇവർ തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യരുത് കേട്ടോ. ഇത് സബ്ട്രാക്ട് 0 ആക്കരുത്. എന്താ ചെയ്യേണ്ടത്, ഈ എലമെൻറ്റിനെ എന്ത് ചെയ്യുക, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് 6 കൊണ്ട് ആഡ് ചെയ്യുക. അതോടെ ഞാൻ ചെയ്തത് 2r2 പ്ലസ് വിത്ത് r1 കേട്ടോ. ഇതിനെ അതേപോലെ തന്നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 6 കൊണ്ട് ആഡ് ചെയ്യുക, 2r3 പ്ലസ് r1. ഇക്വേഷൻ എങ്ങനെ കൊടുക്കണം, 2y പ്ലസ് x എന്ന് കൊടുക്കണം കേട്ടോ. എങ്ങനെ കൊടുക്കണ്ടേ, ഇതൊന്ന് കോമ്പ് അടിച്ച് ക്ലിയർ ചെയ്യുക. 2y മൈനസ് അല്ല പ്ലസ് ആൽഫ എക്സ് എന്ന് കൊടുക്കുക. മനസ്സിലാവണ്ട? അതാണ് ഇക്വേഷൻ. അപ്പോൾ -3 6 കൊടുത്ത് നോക്കുക. കാൽക്കടിച്ചിട്ട് എന്ത് ചെയ്യുക, -3 6 ഒന്ന് കൊടുത്ത് നോക്കുക. 0 വരുന്നുണ്ടോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. 0 വരുന്നുണ്ട് കേട്ടോ. അടുത്ത് 6 -3 കൊടുക്കണ്ടേ, 6 ഇട്ട് കൊടുക്കുക, -3 ഇട്ട് കൊടുക്കുക. എന്താ ആൻസർ വരുന്നത്, 9 വരുന്നത്. അടുത്ത് -3 ഇട്ട് കൊടുക്കണ്ടേ, -3 ഇട്ട് കൊടുക്കുക, -3 ഇട്ട് കൊടുക്കുക കേട്ടോ. എത്ര വരും, 6 വരും. അയ്യോ, ഞാൻ എന്താ ആൻസർ മാറിപ്പോയി കേട്ടോ. ഒരു സെക്കൻഡ്. എക്വേഷൻ നമുക്ക് ഇതിനകത്ത് കിട്ടും കേട്ടോ, മിസ്സായി പോയാലും. വൈയുടെ വാല്യൂ എത്രയാണ്, -3 ഇട്ട് കൊടുക്കണ്ടേ. ഞാൻ എൻ്റർ ചെയ്തപ്പോൾ എന്താ മിസ്സിങ് ആയി പോയത്, -3 -10. ഓക്കെ, ഈ ഇക്വേഷൻ മാറ്റില്ല, സെയിം തന്നെ കൊടുത്താൽ മതി കേട്ടോ. ഇനി എന്ത് ചെയ്യുക, ഈ 9ൻ്റെ താഴെ 9 0 ഉണ്ട്, ജസ്റ്റ് ആഡ് ചെയ്താൽ പോരെ. r3 പ്ലസ് r2, ഇത് ആഡ് ചെയ്യുമ്പോൾ 0 വരും, ഇത് ആഡ് ചെയ്യുമ്പോൾ 0 വരും. അപ്പോൾ റാങ്ക് എ എത്ര വരും, 2 വരും. ഇപ്പോൾ റാങ്ക് എ 2 ആവുന്ന സമയത്ത് പിയുടെ വാല്യൂ എത്ര വരും, -3/2. പി -3/2 കൊടുക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത്, റാങ്ക് 2 കിട്ടുന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ റാങ്ക് 1 ആവുമ്പോഴാണ് പിയുടെ വാല്യൂ 3. റാങ്ക് 2 ആയപ്പോഴാണ് പിയുടെ വാല്യൂ -3/2. റാങ്ക് 3 ആവുമ്പോഴാണ് പി എന്താവാൻ പാടില്ല, 3 -3/2 ആവാൻ പാടില്ല. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഇതാണ് ഇതിലെ ഫസ്റ്റ് ചാപ്റ്റർ കേട്ടോ.